മേൻ വാപ്പസ് ആവുങ്ക, ഇംതിയാസ് അലി ഡയറക്റ്റ് ചെയ്ത, റഹ്മാൻ മ്യൂസിക് ചെയ്ത, ഇവർ രണ്ടുപേരും ഒന്നിച്ചുള്ള ഇതിനു മുന്നുള്ള മൂവി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടതാണ് റോക്ക് സ്റ്റാർ. അതൊരു പ്രത്യേക വികാരമായിരുന്നു, പ്രത്യേക ഫീലായിരുന്നു ആ സിനിമ എനിക്ക് തന്നത്. അതേപോലെ തന്നെ ഈ സിനിമയിലും ഇവർ തമ്മിൽ ഒരു മാജിക് ഉണ്ട് എന്തായാലും. സിനിമയിൽ പറയുന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ കഴിഞ്ഞ കാലഘട്ടം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ അങ്ങനെ ഒരു കാര്യം ഈ സിനിമയിൽ അവതരിപ്പിച്ചതിൽ കൈയടിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. നമ്മളെ അത് നല്ല രീതിയിൽ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെ കാണിച്ചു വെക്കുന്നുമുണ്ട്. സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരു ലവ് സ്റ്റോറി പോലെയാണ് പോകുന്നത്. എന്നാൽ ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്തെന്നാൽ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതും, രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ എങ്ങനെ ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങനെ വിഭജിക്കപ്പെട്ടു എന്നും ചെറിയ രീതിയിൽ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം വിഭജിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡർ അല്ലെങ്കിൽ അതിർത്തി തീരുമാനിക്കുമ്പോൾ ഒരു അന്യരാജ്യക്കാരൻ ഇവിടെ വന്ന്, അല്ലെങ്കിൽ അന്യരാജ്യത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ രാജ്യത്തെപ്പറ്റി ഒന്നുമേ അറിയാതെ, ഈ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ അറിയാണ്ട്, ഈ രാജ്യത്തിൻ്റെ മനുഷ്യരുടെ കൾച്ചർ അറിയാണ്ട്, വളരെ സെൻസിറ്റീവായിട്ട് ഒരടിസ്ഥാന ധാരണയുമില്ലാണ്ട് നമ്മുടെ രാജ്യം ഒരു ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോർഡർ ലൈൻ വരയ്ക്കുന്നു. അത് പ്രത്യേകമായിട്ട് സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെയുള്ളവർ വന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനിരയാക്കപ്പെട്ട മനുഷ്യരും, ആ ഇരയാക്കപ്പെട്ട മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ, അതിൻ്റെ ദയനീയ അവസ്ഥ, വിഭജന കാലത്തുണ്ടായ, അല്ലെങ്കിൽ ഇന്ത്യ വിഭജിച്ച കാലത്തുണ്ടായ ആ രക്തച്ചൊരിച്ചിൽ, അല്ലെങ്കിൽ ആ ഒരു തീവ്രത, ആ അന്നത്തെ മനുഷ്യർക്ക് അഫക്റ്റ് ചെയ്യേണ്ടി വന്ന, മനുഷ്യർക്ക് നേരിടേണ്ടി വന്ന ആ ഒരു മാനസിക പ്രശ്നങ്ങൾ, കൂടാതെ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഭീകരാവസ്ഥ, അത് നല്ല രീതിയിൽ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾക്കത് ഫീൽ ചെയ്യും. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഇങ്ങനെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരോട് വിദ്വേഷം ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു ദിവസം ഒരു ബോർഡർ വരികയും നമ്മൾ അപ്പുറത്ത് നിൽക്കേണ്ട മനുഷ്യരുടെ കൂടെ നിൽക്കാതെ നമ്മൾ ഇപ്പുറത്തായി പോവുകയും പിന്നീട് അങ്ങോട്ടൊന്ന് പോകാൻ കൂടി കഴിയാതെ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും, ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ, നമ്മുടെ പ്രണയം, നമ്മുടെ അമ്മ, നമ്മുടെ പെങ്ങൾമാർ, ഇങ്ങനെയുള്ള മനുഷ്യരെ ചിലപ്പോൾ അപ്പുറത്താകപ്പെടുകയും അവരെ ഒന്ന് കാണാൻ പോലും പറ്റാതെ, അവരെ ഒന്ന് രക്ഷിക്കാൻ പോലും പറ്റാതെ, അവരെന്താ ഏതാണെന്ന് അറിയാൻ പോലും പറ്റാതെ നമ്മൾ ഇപ്പുറത്തായി പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഭീകരാവസ്ഥ എന്താണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. സോ അന്നത്തെ കാലത്ത്, അന്ന് കമ്മ്യൂണിക്കേഷനോ, അന്ന് മൊബൈലോ, അന്ന് ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തൊരു കാലത്ത്, അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷത്തിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന എന്ത് ട്രോമയായിരിക്കും, എന്ത് അവസ്ഥയായിരിക്കും, നമ്മൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കി. സിനിമ തുടങ്ങി പ്രണയമാണ് പറഞ്ഞു പോകുന്നത്. രണ്ടുപേരുടെ പ്രണയം, അതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അവർ പിരിയേണ്ടി വരുന്നത്. സോ അതിനിടയിലാണ് സിനിമയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നത്. സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമല്ല. കാരണം നമ്മുടെ കഴിഞ്ഞ കാലം നമുക്ക് വിഷ്വലി കാണാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെപ്പറ്റി, ഇതിൻ്റെ തീവ്രത ഇന്നത്തെ തലമുറയിലുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വരില്ല. ഇപ്പോൾ നമ്മൾക്ക് ഒന്ന് കോൾ ചെയ്യണമെങ്കിൽ ഫോണുണ്ട്, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കണ്ടുവരെ കോൾ ചെയ്യാൻ പറ്റുന്ന കാലത്ത് ജീവിക്കുന്ന നമുക്ക് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ക്രീനിൽ കാണുന്ന ആരോടും നമുക്ക് വൈകാരിക അടുപ്പം തോന്നുന്ന രീതിയിലാണ് ഇംതിയാസ് അലി സിനിമ ചിത്രീകരിക്കുക. സോ ഈ സിനിമയിലും അങ്ങനെ നമുക്കൊരു വൈകാരിക അടുപ്പം തോന്നും. കൂടാതെ റഹ്മാൻ്റെ മ്യൂസിക് കൂടെ ചേരുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്, നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. കണ്ടു കഴിഞ്ഞാൽ നിരാശപ്പെടാനില്ല. ഇടയ്ക്കെപ്പോഴൊക്കെയോ ചെറിയ ക്രിഞ്ച് എലമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു. അതല്ലാണ്ട് സിനിമയിൽ കുറ്റം പറയത്തക്കതായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ബോളിവുഡിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ വെറും പടക്കങ്ങൾ മാത്രം ഉണ്ടാകുന്നൊരു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ചുരുക്കം ചില സിനിമകളാണ് ഉണ്ടാവുക. സോ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ വർത്താണ്, പോയി കാണുക. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കമൻറ്റായി രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ തോട്ട് എൻ്റെ ചിന്തയുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു.